തമിഴ്നാട് മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റതിന് പിന്നാലെ വിജയ് നടത്തിയ ആ നിയമനം 24 മണിക്കൂറിനുള്ളിൽ പിൻവലിക്കേണ്ടി വന്നു. മുഖ്യമന്ത്രിയുടെ പ്രത്യേക പദവിയിലുള്ള ഉദ്യോഗസ്ഥനായി വിജയ് തന്റെ ജോത്സ്യനെ നിയമിച്ചത് തമിഴ് രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചത്. പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് നിയമന ഉത്തരവ് പിൻവലിച്ചെങ്കിലും കഴിഞ്ഞ ദിവസം മുതൽ ആ പേര് വീണ്ടും ചർച്ചയായി. റിക്കി രാധൻ പണ്ഡിറ്റ് വെട്രിവേൽ. വേദജ്യോതിഷിയായും ആത്മീയ ഉപദേശകനായും അറിയപ്പെടുന്ന ഇദ്ദേഹത്തിന് വിജയുമായി എന്താണ് ബന്ധം? സത്യത്തിൽ ആരാണ് ഈ രാധൻ പണ്ഡിറ്റ്? തമിഴ്നാട്ടിലെ ഈറോഡ് സ്വദേശി, കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെയായി ജ്യോതിഷം, മെഡിറ്റേഷൻ എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തി. മെഡിറ്റേഷൻ ഗുരു എന്ന പേരിൽ പ്രശസ്തൻ. പണ്ഡിറ്റ് വെട്രിവേൽ എന്ന പേരിൽ പ്രൊഫഷണൽ ജീവിതം തുടങ്ങിയ ആൾ 2008 ഡൽഹിയിലേക്ക് മാറുകയും രാധൻ പണ്ഡിറ്റ് എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തത്. ഉത്തരേന്ത്യൻ ശൈലിയിലുള്ള ഈ പേരിലൂടെ പ്രശസ്തി വർദ്ധിക്കുമെന്നും കൂടുതൽ പേരിലേക്ക് എത്തുമെന്നുമായിരുന്നു കണക്കുകൂട്ടൽ. എന്തായാലും പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥൻ മുതൽ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും വരെ തന്റെ ശിഷ്യസമ്പത്തിലുണ്ടെന്നാണ് രാധൻ പണ്ഡിറ്റ് അവകാശപ്പെടുന്നത്. വിജയ്ക്ക് മുമ്പ് തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ വിശ്വസ്തനായിരുന്ന ഉപദേശകനായിരുന്നു രാധൻ പണ്ഡിറ്റ്. 1991 ജയലളിത വൻ വിജയം നേടുമെന്ന പ്രഖ്യാപനം യാഥാർത്ഥ്യമായതോടെ വെട്രിവേൽ ജയലളിതയുടെ പ്രിയങ്കരനായി. ജയലളിതയുടെ പേരിന്റെ സ്പെല്ലിംഗിൽ മാറ്റം വരുത്താൻ നിർദ്ദേശിച്ചതും ഇദ്ദേഹമാണെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും 2014 ഇദ്ദേഹത്തിന്റെ തന്നെ പ്രവചനം ഈ ബന്ധം വഷളാക്കി. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ജയലളിത ജയിലിൽ പോകില്ലെന്നായിരുന്നു രാധൻ പണ്ഡിറ്റിന്റെ പ്രവചനമെങ്കിൽ കോടതി വിധി വന്നതോടെ അവർ ജയിലിലായി. എന്നാൽ 1994 മുതൽ 97 വരെ മോശം കാലമായിരിക്കുമെന്നും ജയിൽവാസമോ ആശുപത്രിവാസമോ വരെ സാധ്യതയുണ്ടെന്നും പ്രവചിച്ചത് ജയലളിതയെ അസ്വസ്ഥമാക്കിയെന്നും ഇതോടെ തന്നെ പുറത്താക്കിയെന്നുമാണ് രാധൻ പണ്ഡിറ്റ് അവകാശപ്പെടുന്നത്. സിംഗപ്പൂരിലെയും ഡൽഹിയിലെയും താമസത്തിന് ശേഷം തമിഴ്നാട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് രാധൻ പണ്ഡിറ്റ് വിജയുടെ രാഷ്ട്രീയ വൃത്തങ്ങളിലേക്ക് എത്തുന്നത്. വിജയുടേത് ഒരു സുനാമി ജാതകമാണെന്നും അദ്ദേഹം വൻ രാഷ്ട്രീയ വളർച്ച നേടുമെന്നും രാധൻ പണ്ഡിറ്റ് പ്രവചിച്ചു. വെറുമൊരു ജോത്സ്യൻ എന്നതിലുപരി ടി.വി.കെ പാർട്ടിയുടെ വക്താവായും അദ്ദേഹം മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. മുമ്പ് ടി.വി.കെ വക്താക്കൾ മാധ്യമങ്ങളെ കാണുമ്പോഴെല്ലാം രാധൻ പണ്ഡിറ്റും കൂടെ ഉണ്ടാവാറുണ്ടായിരുന്നു. വിജയുടെ പല രാഷ്ട്രീയ തീരുമാനങ്ങളിലും രാധൻ പണ്ഡിറ്റിന്റെ സ്വാധീനം പ്രകടമായിരുന്നു. വി എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന മണ്ഡലത്തിൽ നിന്ന് വിജയ് മത്സരിക്കണമെന്ന് നിർദ്ദേശിച്ചതും വിജയുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് മെയ് 10 ഉച്ചയ്ക്ക് 3:45 നിന്ന് രാവിലെ 10 മണിയിലേക്ക് മാറ്റിയതും രാധൻ പണ്ഡിറ്റിന്റെ ഉപദേശപ്രകാരമായിരുന്നു. തമിഴക വെട്രിക്കഴകം എന്ന പേര് വിജയുടെ ജനന സമയവുമായി ചേരുന്നതാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. തെരഞ്ഞെടുപ്പ് കാലത്ത് വിജയുടെയും ടി.വി.കെയുടെയും രാഷ്ട്രീയ വിജയത്തെക്കുറിച്ച് ഇദ്ദേഹം നിരവധി യൂട്യൂബ് ചാനലുകളിൽ പ്രവചനങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. എന്തായാലും തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ രാധൻ പണ്ഡിറ്റ് മുമ്പ് ഉപയോഗിച്ച സുനാമി വിജയം എന്ന വാക്ക് ടി.വി.കെയുടെ രാഷ്ട്രീയ വിജയത്തിന്റെ അടയാളമായി മാറി. വിജയ് മുഖ്യമന്ത്രിയായതിനു പിന്നാലെയാണ് റിക്കി രാധൻ പണ്ഡിറ്റ് വെട്രിവേലിനെ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ കാര്യങ്ങൾക്കുള്ള ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായി നിയമിച്ചത്. എന്നാൽ ഈ നീക്കം വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കി. DMK, BCK, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം ജ്യോതിഷത്തിന് ഔദ്യോഗിക പദവി നൽകുന്നതിനെതിരെ രംഗത്ത് വന്നു. പദവിക്ക് ആവശ്യമായ യോഗ്യതകൾ വെട്രിവേലിനില്ലെന്നും വിമർശനമുയർന്നു. പ്രതിഷേധം ശക്തമായതോടെ നിയമനം നടന്ന ഒരു ദിവസത്തിന് ശേഷം വിജയ് ഉത്തരവ് പിൻവലിച്ചു. സിനിമയും രാഷ്ട്രീയവും വിശ്വാസവും ഇഴചേർന്ന് കിടക്കുന്ന തമിഴ്നാട്ടിൽ പല നേതാക്കളും സ്വകാര്യമായി ജ്യോത്സ്യന്മാരെ കാണാറുണ്ട്. പക്ഷേ ഒരു ജ്യോത്സ്യനെ ഔദ്യോഗിക പദവിയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കം ഇതാദ്യമായാണ്. എന്തായാലും ഔദ്യോഗിക പദവിയിൽ നിന്ന് മാറേണ്ടി വന്നെങ്കിലും വിജയുടെ രാഷ്ട്രീയ യാത്രയിൽ അദ്ദേഹം ഇനിയും നിർണായക സ്വാധീനമായി തുടരുമോ എന്നത് കണ്ടു തന്നെ അറിയാം.